ഒരു 3-4 മാസമെങ്കിലും മരുന്നും ഗുളിയൊക്കെ കഴിച്ച് അവിടെ കിടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കുറച്ച് ദിവസം ആള് കൂടെ നിന്നാ മതി, പിന്നെ അവർ നോക്കിക്കോളും. തൽക്കാലം വത്സല നിൽക്കട്ടെ. ഇന്ന് സ്റ്റേഷനിൽ പോയോ ഒപ്പിടാൻ? ചീത്ത കൂട്ടുകെട്ടുകൾ വരുമ്പോഴാ അനർത്ഥങ്ങൾ സംഭവിക്കണേ. ഇനി നീ എങ്ങും പോകണ്ട, അമ്മയെ ചികിത്സിക്കണം. അതിനുള്ള കാശ് എങ്ങനെയും ഉണ്ടാക്കിയാൽ മതി. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല മുത്തപ്പ. ജീവിതം മുഴുവൻ ചുറ്റുവരിഞ്ഞിരിക്കുന്ന ചങ്ങലകൾ, ഉരുക്കുകൾ, പിന്നെ കുറച്ച് കണക്കുകൾ, അതൊക്കെ ഒന്ന് തീർക്കണം. അമ്മയെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരണം. അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണം. അത് വേണം കുട്ടി, അത് വേണം. സുഭദ്ര വെറുമൊരമ്മയല്ല, ശരിക്കും ആ അമ്മയാ. ജീപ്പിൽ വരുമൊരാൾ, ചിലപ്പോൾ നീ നിൽക്കുന്ന വഴിയിലൂടെ, അപ്പുറത്തെ വഴിയിൽ ഞാനുണ്ട്. എന്താ ബോംബ്. നീ നിൽക്കുന്ന വഴിയിലൂടെ വന്നാൽ നീ എറിയണം. എൻ്റെ വഴിക്ക് വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പകയ്ക്കരുത്. ഒരൊറ്റ ഏറ്. ഞാനിതിനെ സമ്മതിച്ചത് നിന്നെ കൊല്ലാനാ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഞാനിത് നിന്റെ ചങ്കിനിട്ടെറിയും. കൊല്ലടാ, കൊല്ല, കൊല്ലടാ, എറിയാൻ. എറിയടാ, എന്റെ ചങ്കിനിട്ടെറി, എറിയാൻ. വയ്യ, എനിക്ക് വയ്യ. ആരെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. മരണത്തിന്റെ ഗന്ധമുള്ള ഈ വഴിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എന്തിനാ കരയണേ? ഇത് കഴിച്ചില്ലേ? കഴിച്ചോളാം. നാളെ ആശുപത്രി പോണെന്നാ വത്സല പറഞ്ഞ അമ്മയുടെ അടുത്ത്. ഇപ്പോ ഒരാഴ്ചയില്ലേ ഒന്ന് പോയി കണ്ടിട്ട്? എല്ലാം ഭേദമായി കാണും. അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറയോ ഡോക്ടർ? അമ്മ വരുന്നതിന് മുമ്പ് ജീവൻ എടുക്കാന്ന് വിചാരിച്ചതാ. ആരെ സമ്മതിക്കില്ലല്ലോ, പൂട്ടിയിട്ടേക്കല്ലേ. ഈ അവസ്ഥയിൽ അമ്മേനെ കാണാന്ന് വെച്ച
നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് വത്സലയെ ചന്ദ്രന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവനായിരുന്നു ഞാൻ. സാധിച്ചില്ല. പകരം പോലീസുകാരെയും ഗുണ്ടകളെയും പേടിച്ച് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കിടക്കാൻ പറ്റാതെ ചന്ദ്രന്റെ വീട്ടിൽ അഭയം തേടേണ്ടി വന്നു അവൾക്ക്. പിന്നെ വെറുതെ നിന്നെ എല്ലാം എല്ലാം ഞാൻ കാരണം. ഞാൻ മാത്രം. എന്തിനാ ഇതൊക്കെ പറയണത്? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മരണമല്ലാതെ മറ്റൊരു പരിഹാരമില്ല. മരണം എന്റെ മുന്നിലുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒരു ഉപകാരം ചെയ്യും. നീ പോകുമ്പോ പുറത്തെ വാതിലൊന്ന് തുറന്നിടൂ. കുമാരേട്ടൻ വെറുതെ ഒരു ആലോചിച്ച് വിഷമിക്കാണ്ടിരിക്കെ. വയ്യ, എനിക്കിനി വയ്യ. അങ്ങനെയൊന്നും പറയരുത്. കുമാരേട്ടന്റെ ഏതവസ്ഥയിലും ഞാനുണ്ടാവും കൂടെ എന്നും. മുടിയാട്ടം കഴിഞ്ഞപ്പോ നേരം വെളുത്തു, അതാ വൈകിയത്. ചന്ദ്രേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ ചായ ഇടട്ടെ? എനിക്ക് വേണ്ട. ചായ ഉണ്ടാക്കി എന്റെ അളിയനോണ്ട് കൊടുക്കൂ, കുമാരന്. ചാവാണ്ട് കിടക്കട്ടെ. എന്തിനാ ചന്ദ്രേട്ട എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കുത്തി പറയണേ? പറയൂടി, പറയും. ഏത് പോലീസുകാരനെ എപ്പോ കണ്ടാലും എന്നെ സംശയിച്ചു നോക്കും. പോരാത്തിന് മറ്റവരും എത്തിയിട്ടുണ്ട്, ദുർഗ. ഇനി എന്നെ മെക്കിട്ട് കയറാൻ പോലീസിന് ഒരു കാരണം കൂടിയായല്ലോ. അമ്മേ, ഞാൻ പോണം. സിന്ദാബാദ് സിന്ദാബാദ് കുരുവിപ്പെങ്ങൾ സിന്ദാബാദ്. ഓണശ്ശേരി തങ്കപ്പ പിന്നെ കണ്ടോളാം. ചീറ്റിപ്പോയെ അമേരിക്ക കമ്പനി ചീറ്റിപ്പോയെ. ഹലോ ഹലോ, പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ചേട്ടന്മാരെ, കുഞ്ഞിക്കുട്ടി പരാധീനങ്ങളെ, അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആദ്യമായി പ്രഗ്നന്റായ നമ്മുടെ പ്രഗ്നന്റോ? പ്രസിഡന്റ്. പ്രസിഡന്റായ കുരുവിപ്പെങ്ങൾ നിങ്ങളോട് 3-4 വാക്ക് അഭിസംബോധനയെ സംസാരിക്കുന്നതാണ്. സിന്ദാബാദ് സിന്ദാബാദ് കുരുവിപ്പെങ്ങൾ സിന്ദാബാദ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നിങ്ങളുടെ എല്ലാം മുൻപിൽ ഞാൻ പ്രസിഡന്റ് ആയ ദിവസമാണല്ലോ. ഈ വാർഡിലെ എന്റെ ജനങ്ങളെ, ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ 3 പേരുടെ ഭൂരിപക്ഷത്തോടെ ഞാൻ നിങ്ങളുടെ പ്രസിഡന്റായി. കുറച്ചുകൂടെ ശക്തമായ ഭാഷ പറയണം. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഒരു അട്ടയെ പോലെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് നമ്മുടെ ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ഓണശ്ശേരി തങ്കപ്പൻ എന്ന കളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുരുവിപ്പെങ്ങൾ പ്രസിഡന്റായ വിവരം സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങോട്ട് വാടാ. ഇനി ഈ നാട്ടിൽ അമേരിക്കൻ കമ്പനിയില്ല. നമ്മുടെ ഹൈദപ്പാടം നമ്മൾ വിതയ്ക്കും, നമ്മൾ കൊയ്യും. നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നിങ്ങൾ എവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നന്ദി, നന്ദി. എന്താടാ കൂവുന്നേ? കുരുവി ചിരിച്ചതാ. കുരുവി കുരുവി പൂക്കുരു.